ഹായ് ഓൾ, നമ്മൾ നിഫ്റ്റി 50യുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആണ് നോക്കുന്നത്. ഇന്ന് നിഫ്റ്റി 50യിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇവിടെ നിഫ്റ്റി 50 23,100 ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് നിഫ്റ്റി 50ക്ക്. അപ്പോൾ 23,100 to 23,200 റേഞ്ചിൽ മാർക്കറ്റ് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം തന്നു. നമുക്ക് ഇവിടെ കാണാം. മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു ഡൗൺഫോൾ തന്നു, എന്നിട്ട് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് ഡയറക്ഷൻ മൂവ് ആയിട്ടാണ് അപ്വേർഡ് ട്രെൻഡ് തന്നത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 23,400 വരെ മാർക്കറ്റ് പോയിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റ് ഒരു 23,000 നമ്മൾ ഇന്നലെ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,350 റേഞ്ചാണ്. സോ മാർക്കറ്റ് 23,350 to 60 റേഞ്ചിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് തന്നിരുന്നെങ്കിൽ 23,400 to 23,500 വരെയുള്ളൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. ബട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്? കറക്റ്റ് 23,400 ലെവൽസിലെ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് അതേ ഡൗൺഫോൾ വന്നു. രണ്ടാമത് എന്താ സംഭവിച്ചത്? രണ്ടാമത് തിരിച്ച് മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,300 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്, ഒരു സപ്പോർട്ട് ഏരിയ ആണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് അപ്വേർഡ് മൊമെൻറ്റം തന്നു, 23,300 റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തു, തിരിച്ച് പിന്നെ മാർക്കറ്റ് ഡൗൺവേർഡ് മൊമെൻറ്റം തന്നെ തന്നു. സോ ഇന്ന് മാർക്കറ്റ് ഹ്യൂജ് വോൾട്ടൈൽ മാർക്കറ്റാണ്. സോ ഇതുപോലുള്ള മാർക്കറ്റുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, 23,100 റേഞ്ചിൽ നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 23,100 ഒരു 90 ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മാത്രമേ നമുക്ക് 23,300 ടാർഗറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. ബൈ ചാൻസ് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലോസ് വന്നാൽ കൂടുതലും, പ്രോഫിറ്റ് വന്നാൽ മൈന്യൂട്ട് പ്രോഫിറ്റും ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾ പോർഷൻസ് എടുക്കുന്നത് ആ പോർഷൻസിൽ നിങ്ങൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കണ്ടിട്ട് വേണം പോർഷൻസ് എടുക്കാനായിട്ട്. സോ നിഫ്റ്റി 50യുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഇതാണ്. നമുക്കിനി നാളത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കാണാം. ബൈ.